നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 5-ാമത്തെ കഥ. ഭട്ടിക്ക് ദേവിയുടെ വരം. വിക്രമാദിത്യൻ എത്തിയ വിവരമറിഞ്ഞ് ഭട്ടി പരിവാരസമേതം ക്ഷേത്രസന്നിധിയിലെത്തി. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് സാഘോഷം എതിരേറ്റുകൊണ്ടുവന്നു. രാജസദസ്സിലെ വിശിഷ്ട വ്യക്തികൾ, മന്ത്രി പുങ്കവന്മാർ, വൈദിക ശ്രേഷ്ഠന്മാർ മുതലായവർ ചേർന്ന് അദ്ദേഹത്തിന് ഗംഭീരമായ വരവേൽപ്പ് നൽകി കൊട്ടാരത്തിലെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ഇന്ദ്രദത്തമായ സിംഹാസനം വൈദിക പ്രമാണികളുടെ മേൽനോട്ടത്തിൽ യഥോചിതമായ മാന്യസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു. വിക്രമാദിത്യൻ തൻ്റെ പര്യടനത്തിൻ്റെ പൂർണ്ണ ചരിത്രം സദസ്യരെ അറിയിച്ചു. ചക്രവർത്തിയെ ഹൃദയപൂർവ്വം ആശീർവദിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. സദസ്സു പിരിഞ്ഞതിന് ശേഷം വിക്രമാദിത്യൻ ഭട്ടിയുമായി സ്വൈര സംഭാഷണത്തിൽ ഏർപ്പെട്ടു. താൻ ഇന്ദ്രലോകത്തിൽ കണ്ടതും കേട്ടതുമായ സർവ്വകാര്യങ്ങളും വിക്രമാദിത്യൻ ഭട്ടിയോട് വിവരിച്ചു. താൻ ദേവേന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവനർത്തകികളുടെ കലാപ്രകടനത്തിന് മാധ്യസ്ഥം വഹിച്ചു. ദേവലോക നിവാസികളുടെ മുക്തകണ്ഠമായ ബഹുമാന ആദരങ്ങൾക്ക് പാത്രീഭവിച്ചതും ദേവേന്ദ്രൻ തന്നെ പരമോദാരമായി പ്രശംസിച്ച് ദിവ്യമായ സിംഹാസനം സമ്മാനിച്ചതും പ്രസ്തുത സിംഹാസനത്തിലിരുന്ന് ദിഗന്ധകീർത്തിമാനായി 1000 സംവത്സരങ്ങൾ ഭരിച്ചുകൊള്ളുവാൻ അനുഗ്രഹമരുളിയിരിക്കുന്നതുമെല്ലാം. ഭട്ടി ഈ സമയമത്രയും ഗാഠചിന്തയിൽ ആമഗ്നനായിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ശിരസ്സുയർത്തിക്കൊണ്ട് പറഞ്ഞു: പ്രഭോ, ദേവകൾക്ക് പോലും അസൂയ വരുത്തുന്ന അങ്ങയുടെ മഹത്തായ വിജയത്തിൽ ഞാൻ അങ്ങയെ സർവാത്മന അനുമോദിക്കുന്നു. ഇത്രയും പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് നിർത്തി. ആ മുഖത്തിൻ്റെ പ്രസന്നത മങ്ങി. മനമഴിഞ്ഞ് ആഹ്ലാദിക്കേണ്ട ഘട്ടത്തിൽ ഭട്ടി ഇപ്രകാരം മ്ലാനോന്മുഖനായിരിക്കുന്നതിൻ്റെ ഖേദു അറിയാൻ വിക്രമാദിത്യൻ ആരാഞ്ഞു. അല്ലയോ സഹോദര, എൻ്റെ സവിജോത്തമനായ അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. ഈ അവസരത്തിൽ ഞാൻ ന്യായമായി പ്രതീക്ഷിക്കേണ്ട ആഹ്ലാദം അവിടെ ലേശവും കാണുന്നില്ല. പ്രത്യുത നൈരാശ്യത്തിൻ്റെ നിഴലാണ് ഞാൻ അവിടെ കാണുന്നത്. ഇതിൻ്റെ ഹേതു എന്തെന്ന് എന്നെ അറിയിക്കുകയില്ലേ? അങ്ങയുടെ നിഗമനം തികച്ചും ശരിയാണ് പ്രഭോ. ഞാൻ നിരാശയ്ക്ക് വശംവദനായിരിക്കുന്നു. അങ്ങ് സാർവഭൗമനായി ഇന്ദ്രലോക പര്യടനം നടത്തി മടങ്ങിയെത്തിയല്ലോ. അങ്ങയുടെ സഹോദരനും സജീവനുമായ എനിക്ക് ദേവേന്ദ്രനിൽ നിന്ന് എന്തു കൊണ്ടുവന്നിട്ടുണ്ട്? അതറിയട്ടെ. ഹാ കഷ്ടം! വിക്രമാദിത്യൻ കൊടിയ കുണ്ഠിതത്തോടുകൂടി പ്രതിവചിച്ചു. ആവേശത്തിരത്തള്ളലിൽപ്പെട്ട് ഞാൻ താങ്കളോടുള്ള കർത്തവ്യം വിസ്മരിച്ചുപോയി. പക്ഷേ ഒരാശ്വാസമുണ്ടല്ലോ. എനിക്ക് ലഭിക്കുന്ന ഏതൊരനുഗ്രഹത്തിൻ്റെയും അനുഭോഗം താങ്കൾക്ക് കൂടി ഉള്ളതായിരിക്കുകയില്ലേ? നാം തമ്മിൽ അന്യഥാത്വം എന്നൊന്നില്ല, ഇനി ഒരിക്കലും ഉണ്ടാകുന്നതുമില്ല. പക്ഷേ ഈ യുക്തിവാദം ഭട്ടിയെ ഏതും തൃപ്തിപ്പെടുത്തിയില്ല. അങ്ങ് പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം. അതു വീക്ഷണരീതിയെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്? ഭട്ടിയുടെ മുഖത്ത് അമർഷത്തിൻ്റെ നേരിയ ഒളി വീശി. അദ്ദേഹം എത്രയ്ക്ക് ബുദ്ധിമാനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം മാനുഷികമായ വികാരങ്ങളിൽ നിന്ന് നിശേഷം നിർമുക്തമായിരുന്നില്ല. നൈരാശ്യ ചിന്തകളോടുകൂടി അദ്ദേഹം ചക്രവർത്തിയുടെ സന്നിധാനത്തിൽ നിന്നും വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ ചിത്തം നീറിക്കൊണ്ടിരുന്നു. ഈ അവമതിപ്പിന് പരിഹാരം കാണുവാൻ തൻ്റെ പ്രത്യക്ഷ ദൈവമായ ഭദ്രകാളിയെ തന്നെ ശരണീകരിക്കാമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം രാത്രിയുടെ 2-ാം യാമത്തിൽ ഖഡ്ഗധാരിയായി ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. തത്സമയം ദേവി പതിവനുസരിച്ച് നഗരപ്രദക്ഷിണം നടത്തുകയായിരുന്നു. ദേവിയുടെ അസാന്നിധ്യത്തിൽ ഉപദേവീ ദേവന്മാരാണ് ക്ഷേത്രത്തിലെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അവരെ കബളിപ്പിച്ച് ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച ഭട്ടി ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് സർവവും മറന്നുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ദേവി നഗരപ്രദക്ഷിണം കഴിഞ്ഞ് മടങ്ങിയെത്തി. തൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഒരാൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ശയിച്ചിരിക്കുന്നത് കണ്ട് ദേവി അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി. തൻ്റെ ഭക്തശിരോമണിയായ ഭട്ടിയാണെന്ന് മനസ്സിലാക്കി തൃക്കരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ആര്? നമ്മുടെ വത്സലനായ ഭട്ടിയല്ലേ ഇത്? മന്ത്രിമന്ദിരത്തിലെ ഹംസതൂലികാ തൽപ്പത്തിൽ മധ്യത്തിൽ ശയിച്ചുറങ്ങേണ്ട നീ ഈ നിശാമധ്യത്തിൽ ഇവിടെ ഇങ്ങനെ? നിന്റെ വ്യഥ എന്തായിരുന്നാലും നമ്മെ തുറന്നറിയിക്കുക തന്നെ. ഭട്ടി കൺമിഴിച്ച് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജഗദംബികയുടെ തേജോമയമായ രൂപം കൺകുളിർക്കെ കണ്ടു. അനന്തരം അദ്ദേഹം ഭക്തിനിർഭരമായ സ്വരത്തിൽ പറഞ്ഞു: അല്ലയോ ജഗദംബികെ, മായ എന്ന കപടനാമത്താൽ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന ദേവി, അവിടുത്തേക്ക് അജ്ഞാതമായി ഈ ബ്രഹ്മാണ്ഡ കടഹത്തിൽ എന്തെങ്കിലുമുണ്ടോ?
അമ്മേ, അവിടുന്ന് അടിയനെ കാത്തുരക്ഷിച്ചാലും അടിയൻ്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് 1000 സംവത്സരങ്ങൾ ജീവിച്ചിരുന്ന് അതുല്യമായ കീർത്തിധാവല്യത്തോടുകൂടി രാജ്യം ഭരിക്കാനുള്ള വരം ദേവേന്ദ്രനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ നിതാന്ത സഹചരനും സർവവിധ ശ്രേയസ്സിനും ഹേതുഭൂതനുമായ എനിക്ക് വേണ്ടി യാതൊന്നും ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തൃപ്പാദഭക്തനായ അടിയന് അവിടുന്ന് മാത്രമേ ശരണമുള്ളൂ ദേവി. അടിയന് 2000 സംവത്സരങ്ങൾ ജ്യേഷ്ഠനെ പോലെ ഉജ്ജ്വല കീർത്തിമാനായി ജീവിച്ചിരിക്കാനുള്ള വരം അനുഗ്രഹിച്ച് നൽകണമെന്നാണ് അപേക്ഷ. അതെത്രയോ ദുഷ്കരമായ ഒരു അപേക്ഷയാണ് വത്സ. അപ്രകാരമുള്ള ചിന്ത പോലും നീ ചിത്തത്തിൽ പുലർത്താതിരിക്കൂ. സാധ്യമല്ല ജഗന്മാതാവേ. അടിയൻ്റെ അഭീഷ്ടം അവിടുന്ന് സാധിച്ചു തരണം. അടിയന് അന്യത്ര ശരണമില്ലെന്ന് അവിടുത്തേക്ക് ബോധ്യമുണ്ടല്ലോ. എന്തു വന്നാലും ഭട്ടി തൻ്റെ ശാഠ്യം കൈവെടിയുകയില്ലെന്ന് കണ്ട് ദേവി അരുളി ചെയ്തു. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നാം ഒരു കാര്യം സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം. നീ വിക്രമാദിത്യൻ്റെ ശിരസ് വെട്ടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ പാദങ്ങളിൽ അർപ്പിക്കണം. ഉടൻ തന്നെ വേണം താനും. വൈരാഗ്യ ചിന്ത കൊണ്ട് ഉന്മത്തനായി തീർന്ന ഭട്ടി അങ്ങനെ തന്നെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച ഖഡ്ഗവുമായി നേരെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. ചക്രവർത്തി പള്ളിമഞ്ചത്തിൽ ശയിച്ചു ഗാഠനിദ്രയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർശ്വത്തിലായി മന്ദാകിനി രാജ്ഞിയും ശയിച്ചിരുന്നു. മറുവശത്തായി അദ്ദേഹത്തിൻ്റെ വിശ്രുതമായ ഖഡ്ഗം ഉറയ്ക്കുള്ളിൽ തന്നെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അന്തരീക്ഷവായുവിൻ്റെ ചലനം പോലും നിയന്ത്രിക്കുമാറ് നിശേഷ നിശബ്ദത അവലംബിച്ചുകൊണ്ട് ഭട്ടി ഉപ്പൂറ്റിമേൽ നടന്ന് പള്ളിമഞ്ചത്തിന് സമീപമെത്തി. വിക്രമാദിത്യൻ്റെ ഖഡ്ഗം കരസ്ഥമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഥമ കൃത്യം. അനന്തരം അദ്ദേഹം മൃദുവായി തലോടി വിക്രമാദിത്യനെ ഉണർത്തിയ ശേഷം ചെവിയിൽ പറഞ്ഞു, അവിടുന്ന് ശബ്ദമുണ്ടാക്കി ആരെയും ഉണർത്തരുത്. എനിക്ക് അങ്ങയുടെ ശിരസ് ഒരു പ്രധാന കാര്യത്തിന് ആവശ്യമായിരിക്കുന്നു. ഉടൻ അത് നൽകിയേ തീരൂ. ഇത്രയേ ഉള്ളൂ. ഭട്ടി കേവലം വിനോദത്തിനു വേണ്ടി പറയുന്ന വാക്കുകളാണ് അവയെന്ന് മാത്രമേ വിക്രമാദിത്യൻ കരുതിയുള്ളൂ. അദ്ദേഹം തികഞ്ഞ അക്ഷോഭ്യതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സർവസ്വവും എൻ്റെ അനുജനും സജീവോത്തമനുമായ ഭട്ടിക്ക് അധീനമാണെന്ന് താങ്കൾക്കറിഞ്ഞുകൂടെ? ഏകദേഹിയും ദ്വന്ദ്വദേഹവുമല്ലേ നമ്മൾ? യഥേഷ്ടം ശിരസ് ഛേദിച്ചെടുത്തുകൊള്ളുക. ഒരു നിമിഷം മടിക്കണ്ട. ഇതിനകം രക്തദാഹിയായ ഒരു ക്ഷുദ്ര പിശാചിനെ പോലെ ഉന്മത്തനായി തീർന്നിരുന്ന ഭട്ടി തൽക്ഷണം വാൾ ഉറയിൽ നിന്നൂരിയെടുത്തതും ചക്രവർത്തിയുടെ ശിരസ് ഗളത്തിൽ നിന്നും വേർപെട്ടതും ഒരു നിമിഷത്തിൽ കഴിഞ്ഞു. അടുത്ത നിമിഷത്തിൽ കലികൊണ്ട മാടനെപ്പോലെ അലറിക്കൊണ്ട് ഭട്ടി വിക്രമാദിത്യ ശിരസുമായി വായുവേഗത്തിൽ പാഞ്ഞ് ദേവീക്ഷേത്രത്തിലെത്തി. തൽക്ഷണം അദ്ദേഹം ചക്രവർത്തിയുടെ രക്തത്തിൽ കുതിർന്ന ശിരസ് ദേവിയുടെ മുമ്പിൽ ബലിയർപ്പിച്ച ശേഷം ആ ദിവ്യപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. മഹൽ ത്യാഗത്തിൻ്റെ നിദർശനമായ ആ നരബലിയിൽ അതീവ സന്തുഷ്ടയായി തീർന്ന ഭദ്രകാളി ഭട്ടിക്ക് 2000 സംവത്സരങ്ങൾ ആയുസ്സും വിക്രമാദിത്യൻ്റേതിന് തുല്യമായ കീർത്തിയും അനുവദിച്ചുകൊണ്ടുള്ള വരമരുളി. നിന്റെ അഭിലാഷമനുസരിച്ച് നീ 2000 സംവത്സരങ്ങൾ വിക്രമാദിത്യ സദൃശ്യം കീർത്തിയോടുകൂടി വിരാജിക്കട്ടെ. ദേവിയുടെ ഈ അരുളപ്പാട് ഭട്ടിയിൽ വരുത്തിയ പ്രതികരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം കേവലം പരിഹാസരൂപത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഹേതു അറിയാതെ ഗൗരവസ്വരത്തിൽ ഭദ്രകാളി ചോദിച്ചു, ഈ പരിഹാസമാണോ നാം നിനക്ക് ഇഷ്ടവരപ്രദാനം ചെയ്തതിന് പ്രതിഫലമായി നീ നമുക്ക് നൽകുന്നത്? നിന്റെ ചിരിയുടെ ഹേതു എന്ത്? ഉടനെ അറിയിക്കൂ. അല്ലയോ ലോകജനനി, അടിയൻ ദേവിയെ പരിഹസിച്ച് ചിരിച്ചതല്ല. അത്രയ്ക്ക് വിഡ്ഢിത്തവും എനിക്കില്ല. എൻ്റെ ജ്യേഷ്ഠനും ചക്രവർത്തിയുമായ വിക്രമാദിത്യന് ദേവേന്ദ്രൻ 1000 സംവത്സരങ്ങൾ അതുല്യ കീർത്തിയാർജിച്ച് രാജ്യം ഭരിച്ചു കൊള്ളുവാൻ വരം നൽകിയിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. ഇതാ അദ്ദേഹത്തിൻ്റെ ശിരസ് ഗളത്തിൽ നിന്നും വേർപെട്ട് അവിടുത്തെ തൃപ്പാദങ്ങളുടെ മുമ്പിൽ നിണത്തിൽ കുളിച്ചു കിടക്കുന്നു. ശരീരം കൊട്ടാരത്തിനകത്ത് പള്ളിമഞ്ചത്തിലും. അതിനുശേഷം അവിടുന്ന് തന്നെ എനിക്ക് 2000 സംവത്സരങ്ങൾ ജീവിച്ചിരിക്കാനുള്ള വരം അരുളിയിരിക്കുകയാണ്. ഇത് എങ്ങനെ ഇത്രത്തോളം സഫലമാകുമെന്ന് ചിന്തിച്ച് ഞാൻ അമ്പരന്നു പോവുകയാണ്. ഭട്ടി ലേശവും കൂസലില്ലാതെ പറഞ്ഞു. ഭട്ടിയുടെ വാക്കുകൾ ഭദ്രകാളിയുടെ അഭിമാനത്തിന് എത്ര വലിയ ആഘാതമാണ് ഏൽപ്പിച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ. എങ്കിലും ദേവി അല്പവും കുപിതയായില്ല. മാത്രമല്ല ഭട്ടിയുടെ അസാധാരണ ബുദ്ധിചാതുര്യത്തെ അവിടുന്ന് മനസ്സാ ശ്ലാഘിക്കുകയും ചെയ്തു.
അനന്തരം ദേവി ഗാംഭീര്യം വിടാതുള്ള ഒരു ചെറിയ മന്ദസ്മിതത്തോടുകൂടി അരുളി ചെയ്തു, വത്സ, നിന്റെ ബുദ്ധിചാതുര്യം ശ്ലാഘനീയം തന്നെ. ഞാൻ ദേവേന്ദ്രനെ പോലെ വീണ്ടു വിചാരമില്ലാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് കരുതരുത്. നമ്മുടെ വരം ഒരിക്കലും നിഷ്ഫലമായി പോവുകയില്ലെന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക. നിനക്കത് പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. അല്ലയോ ജഗദീശ്വരി, അവിടുത്തെ വിശ്വാതിശയികളായ ശക്തിയെപ്പറ്റിയും മഹത്വത്തെപ്പറ്റിയും അടിയന് ലേശവും സംശയമില്ല. പക്ഷേ പരിതസ്ഥിതികൾ ദേവീദേവന്മാരുടെ പ്രവർത്തന വിശേഷങ്ങളുടെ സ്ഥിരതയെയും യുക്തിസഹതയെപ്പറ്റിയും എനിക്കുണ്ടായിരുന്ന വിശ്വാസത്തെ ഏതാണ്ട് ഉലച്ചിരിക്കുന്നു. അവിടുന്ന് ഈ നിമിഷത്തിൽ തന്നെ വിക്രമാദിത്യ ചക്രവർത്തിയെ പുനർജീവിപ്പിച്ച് അടിയൻ്റെ ധാരണ തെറ്റായിരുന്നെന്ന് ബോധ്യപ്പെടുത്തിയാലും. ശരി, നീ ഒരു കാര്യം ചെയ്യുക. ഞാൻ മൃതസഞ്ജീവനി ശക്തിയുള്ള ഒരു ഭസ്മം നിന്റെ പക്കൽ ഏൽപ്പിക്കുന്നുണ്ട്. അതും വിക്രമാദിത്യൻ്റെ ശിരസും നീ നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. ഹ്രീങ്കാര മന്ത്രം ജപിച്ചുകൊണ്ട് ശിരസ് ഉടലുമായി യോജിപ്പിച്ച് ചക്രവർത്തിയുടെ പാദാദികേശം ഈ ഭസ്മം ലേപനം ചെയ്ത് തിരുമ്മുക. ഉടൻ വിക്രമാദിത്യൻ വീണ്ടും ജീവനുണ്ടായി അവൻ പൂർവാധികം തേജസ്വിയായി ഉയർത്തെഴുന്നേൽക്കും. അടുത്ത നിമിഷത്തിൽ ഭട്ടി വിക്രമശിരസും മൃതസഞ്ജീവനി ഭസ്മവുമായി നേരെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. പള്ളിമഞ്ചത്തിൽ ശിരസറ്റ് കിടന്നിരുന്ന ഉടലിന്മേൽ താൻ കൊണ്ടുവന്നിരുന്ന ശിരസ് ചേർത്ത് വെച്ച് ഹ്രീങ്കാര മന്ത്രോച്ചാരണത്തോടുകൂടി ഭസ്മം മൃത ശരീരത്തിലാകമാനം ലേപനം ചെയ്തു. എന്തത്ഭുതം! അല്പനിമിഷങ്ങൾക്കുള്ളിൽ വിക്രമാദിത്യൻ നിദ്രയിൽ നിന്നെന്ന വണ്ണം മൂരിയിട്ട് ശരീരം കുടഞ്ഞെഴുന്നേറ്റു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭട്ടി കൂപ്പുകൈകളുമായി വിനയാന്യതനായി മുന്നിൽ നിൽക്കുന്നത് കണ്ടു. വിക്രമാദിത്യൻ ഉറക്കച്ചടവോടുകൂടിയിട്ടെന്ന വണ്ണം കണ്ണു തുടച്ചുകൊണ്ട് ഭട്ടിയോട് ചോദിച്ചു, വത്സ, ഇവിടെ വിശേഷവിധിയായി എന്തെങ്കിലും സംഭവിച്ചുവോ? ഇല്ല, എന്തൊക്കെയോ സംഭവിച്ചെന്ന് തന്നെ നമുക്ക് തോന്നുന്നു. ഉടൻ ഭട്ടി ആ അത്ഭുത സംഭവങ്ങൾ മുഴുവൻ ചക്രവർത്തിയെ വിശദമായി ധരിപ്പിച്ചു. ചക്രവർത്തിയുടെ ആഹ്ലാദവും ചാരിതാർത്ഥ്യവും പറയാവതല്ല. അദ്ദേഹം ഭട്ടിയെ ഗാഠാശ്ലേഷം ചെയ്തു. ഞാൻ ദേവേന്ദ്രനോട് വരം വാങ്ങിയ അവസരത്തിൽ നിനക്കുകൂടി ഉചിതമായ ഒരു വരം ചോദിച്ചു വാങ്ങാത്തതിൽ ഞാൻ മനസ്സ് ചുട്ട് പരിതപിക്കുകയായിരുന്നു. ഇപ്പോഴാകട്ടെ എൻ്റെ മനസ്സിൻ്റെ വേദന നിശേഷം പരിഹൃതമായിരിക്കുന്നു. എനിക്ക് ദേവേന്ദ്രനിൽ നിന്ന് 1000 സംവത്സരങ്ങൾ ജീവിച്ചിരിക്കാനുള്ള വരം ലഭിച്ചപ്പോൾ നിനക്ക് 2000 സംവത്സരങ്ങൾ ജീവിച്ചിരിക്കാനുള്ള വരമല്ലേ ദേവി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത്? ഹാഹാ, എന്തൊരാനന്ദം! അനുജ, എൻ്റെ സ്വാർത്ഥപരമായ പ്രവൃത്തിക്ക് ഞാൻ നിന്നോട് ഹൃദയംഗമമായി മാപ്പു ചോദിക്കുന്നു. ഒരു കരാളമായ ദുസ്വപ്നമെന്നോണം നീ അത് നിശേഷം മറന്നുകളയുക. മറന്നുകളയുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ എൻ്റെ മനസ്സ് സ്വസ്ഥമാവുകയുള്ളൂ. ഇവിടെ മറക്കാനും മാപ്പ് നൽകാനും യാതൊന്നുമില്ല പ്രഭോ. ഭട്ടി ആവേശപൂർവ്വം പ്രതിവചിച്ചു. എന്നെപ്പോലെ തന്നെ അവിടുന്നും 2000 സംവത്സരങ്ങൾ ജീവിച്ചിരിക്കും. അത് ഞാൻ നൽകുന്ന വരമാണെന്ന് ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക. അതെങ്ങനെ സംഭവിക്കും ഭട്ടി? ദേവേന്ദ്രൻ നൽകിയിരിക്കുന്ന വരപ്രസാദത്തെ അതിൽ ലംഘിക്കുവാനോ അതിക്രമിക്കുവാനോ ആർക്കാണ് ശക്തിയുള്ളത്? ഞാൻ അറിയിക്കാം പ്രഭോ. ദേവേന്ദ്രൻ അങ്ങേക്ക് വരമായി നൽകിയത് 1000 സംവത്സരത്തെ രാജ്യഭരണമാണ്. ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോകുന്നത് ഇപ്രകാരമാണ്. അവിടുന്ന് ഓരോ വർഷവും 6 മാസം ഇന്ദ്രദത്തമായ സിംഹാസനത്തിലിരുന്ന് രാജ്യഭരണം നടത്തുക. തുടർന്ന് 6 മാസം വനവാസത്തിൽ കഴിച്ചുകൂട്ടുകയും വേണം. നാടാറു മാസം കാടാറു മാസം എന്നർത്ഥം. അങ്ങനെ അവിടുന്ന് സ്വന്തം ആയുസ് 1000 സംവത്സരത്തിൽ നിന്ന് 2000 വത്സരങ്ങളായി നിഷ്പ്രയാസം ദീർഘിപ്പിക്കുന്നു. പോരെ? ആഹാ, എത്ര സന്തോഷം! മന്ത്രിസത്തമനും ഉത്തമ സഹോദരനുമായ നിന്നോടൊന്നിച്ച് പ്രജാസുഖം രാജസുഖമായി കരുതി 2000 സംവത്സരങ്ങൾ രാജ്യഭരണം നടത്തുക. ഇതിൽ പരം എന്തൊരു കൃതാർത്ഥതയാണ് ഉണ്ടാവാനുള്ളത്? അദ്ദേഹം ഭട്ടിയുടെ അതുല്യമായ ബുദ്ധിചാതുരിയെ അത്യുദാരമായി വീണ്ടും വീണ്ടും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം ജഗദംബികയുടെ അളവറ്റ കാരുണ്യം. അവിടുന്ന് കൃപാസാഗരമല്ലേ? ദേവി തൃപ്പാദ ഭക്തന്മാരായ അടിയങ്ങളെ അവിടുന്ന് എക്കാലവും കാത്തുരക്ഷിച്ചാലും. ഇതിനകം നേരം പ്രഭാതമായി. വിക്രമാദിത്യനും ഭട്ടിയും പ്രഭാത കർമ്മങ്ങൾക്കായി പോവുകയും ചെയ്തു. 1-ാമത്തെ സാലഭഞ്ജിക തുടർന്നു. വിശ്വവിശ്രുതനും ധീരോദാത്തനുമായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹതപദാനങ്ങളിൽ ചിലവ മാത്രമാണ് ഞാനിവിടെ വിവരിച്ചത്. അല്ലയോ ഭോജരാജാവേ,
ഇങ്ങനെ നാനാദിഗന്ധങ്ങളിലും യശോധാവല്യത്തിൽ പ്രചുരിമ പ്രസരിപ്പിച്ച വിക്രമാദിത്യന് ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു നൽകിയ ഈ ദിവ്യസിംഹാസനത്തിൽ ആരോഹണം ചെയ്യുവാനാണ് അവിടുന്ന് കാലുയർത്തിയത്. അദ്ദേഹത്തിനുള്ള അത്ഭുത സിദ്ധികളുടെ ശതാംശം സിദ്ധികൾ അങ്ങേക്കുണ്ടെന്ന് അവിടുന്ന് കരുതുന്നുവോ? വേഗം വന്ന വഴി നോക്കി മടങ്ങുക തന്നെ. ഒന്നാമത്തെ സാലഭഞ്ജിക പറഞ്ഞവസാനിപ്പിച്ചു. അപ്പോഴേക്കും സമയം സായാഹ്നമാകയാൽ ഭോജരാജാവും മന്ത്രിയും സന്ധ്യാനുഷ്ഠാനങ്ങൾക്കായി അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. നന്ദി.